അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, ഇസ്ലാമു ഹവാസിൻ ഗോത്രം ഇസ്ലാം സ്വീകരിക്കൽ. ഫബഅദമാ ഖസമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സബിയ വൽ ഗനായിമ ബിൽ ജിറാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിറാനയിൽ വെച്ച് തടവ് പുള്ളികളെയും യുദ്ധാർജിത സ്വത്തുക്കളും ഓഹരി ചെയ്ത് കൊടുത്തതിന് ശേഷം ജാഅഹു വഫ്തു ഹവാസിൻ താഇബീന മുസ്ലിമീന. ഹവാസിൻ ഗോത്രത്തിൽ നിന്നുള്ള ഒരു നിവേദക സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുകയുണ്ടായി. താഇബീന മുസ്ലിമീന, പക്ഷാതപിക്കുന്നവരും ഇസ്ലാം സ്വീകരിക്കുന്നവരുമായിട്ട് നബി തങ്ങളെ സമീപിച്ചു. അങ്ങനെ ഫസഅലൂഹു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടു, അൻ യറുദ്ദ ഇലൈഹിം അംവാലഹും വസബിയഹും, അവരുടെ സമ്പത്തും അവരുടെ തടവ് പുള്ളികളായിട്ടുള്ള, അവരിൽ നിന്ന് തടവുള്ളികളായിട്ട് പിടിച്ചെടുത്ത സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ തിരികെ നൽകാൻ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഫഖ്താറു ഇഹ്ദ ത്വായിഫത്തൈൻ, രണ്ടിൽ നിന്ന് ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇമ്മ സബി വ ഇമ്മൽ മാൽ, ഒന്നുകിൽ നിങ്ങൾ തടവ് പുള്ളികളെ തിരിച്ചു തരാൻ ആവശ്യപ്പെടുക, അതല്ലെങ്കിൽ സമ്പത്ത് തിരിച്ചു തരാൻ ആവശ്യപ്പെടുക. വഖദ് കുന്തു ഇസ്തൈനൈതു ബിക്കും, ഞാൻ നിങ്ങളെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. ഈ തടവ് പുള്ളികളെയും സമ്പത്തുമൊക്കെ ഓഹരി ചെയ്യാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വകാന അൻളറഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽഅശറ ലൈല, 10 ചില്ലാനം രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. ഹീന ഖഫല മിന ത്വായിഫി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിൽ നിന്ന് മടങ്ങിയ സമയത്ത്. ഫഖാലു, അപ്പോൾ അവർ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ഫൽ ഹസബു അഹബ്ബു ഇലൈന വലാ നതകല്ലമു ഫി ഷാത്തിൻ വലാ ബഈർ, ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള സന്താനങ്ങളെയും സ്ത്രീകളെയും അഥവാ തടവ് പുള്ളികളെയാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. വലാ നതകല്ലമു ഫി ഷാത്തിൻ വലാ ബഈറിൻ, ഞങ്ങളുടെ സമ്പത്തുകളിൽപ്പെട്ട ആട്, ഒട്ടകങ്ങൾ, ഈ വിഷയത്തിലൊന്നും ഞങ്ങൾ സംസാരിക്കുകയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തെ ലഭിച്ചാൽ മതി, ഭാര്യമാരെയും സന്താനങ്ങളെയും ലഭിച്ചാൽ മതി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അമ്മാ മാ കാന ലി വലി ബനി അബ്ദുൽ മുത്തലിബ് ഫഹുവ ലക്കും, എനിക്കും അബ്ദുൽ മുത്തലിബിനുമായി ലഭിച്ച അവകാശം, തടവ് പുള്ളികൾ, അത് ഫഹുവ ലക്കും, അത് നിങ്ങൾക്കുള്ളതാണ്. ആ അവകാശം ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഫഖാലൽ മുഹാജിറൂന വൽ അൻസാർ, അപ്പോൾ മുഹാജിരീങ്ങളും അൻസാറുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു, ഫമാ കാന ലനാ ഫഹുവ ലി റസൂലില്ലാഹ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് അത് റസൂലുള്ളാഹി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങൾ നബി തങ്ങൾക്ക് നൽകുന്നു. വലാകിന്ന ബഅദൽ അറാബ്, പക്ഷേ ചില
അറാബുകൾ ഖദ് ലന്നു ബിഹല്ലഹിം, അവർക്ക് കിട്ടിയ അവകാശം കൊണ്ട് പിശുക്ക് കാണിച്ചു. അത് തിരികെ നൽകാൻ അവർ കൂട്ടാക്കിയില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഓഫർ പ്രഖ്യാപിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ തമസ്സക മിൻകും ബിഹഖ്ഖിഹി മിൻ ഹാദ സബി, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഈ തടവുപുള്ളികളിൽ നിന്നുള്ള അവൻ്റെ വിഹിതം എടുത്തവൻ, ഫലഹു ബികുല്ലി ഇൻസാനിൻ, അവൻ വിട്ടുതരുന്ന ഓരോ വ്യക്തിക്കും പകരം അവൻ ലഭിക്കുന്നതാണ് സിത്തു ഫറായിള, 6 അടിമകളെ പകരമായി ലഭിക്കുന്നതാണ്. മിൻ അവലി സബീൻ ഉസീബുഹു, ഞാൻ നേടിയെടുക്കുന്ന ഒന്നാമത്തെ തടവുപുള്ളി മുതൽ ഓരോ വ്യക്തിക്കും പകരം 6 തടവുപുള്ളികളെ പകരം നൽകുന്നതാണ് എന്ന ഓഫർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. ഫഖാലുന്നാസ്, അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഈ അറാബികൾ പറഞ്ഞു, ഖദ് തയ്യബ്ന ദാലിക ലഹും, ഖദ് തയ്യബ്ന ദാലിക ലഹും യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഈ തടവുപുള്ളികളെ അവർക്ക് നൽകുന്ന വിഷയത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ്. അങ്ങനെ ഫറദ്ദു ഇല ഹവാസിൻ അബ്നാഅഹും വനിസാഅഹും, ഹവാസിൻ ഗോത്രക്കാർക്ക് അവരുടെ മക്കളെയും അവരുടെ സ്ത്രീകളെയും ഭാര്യമാരെയും ഇവർ തിരികെ നൽകുകയുണ്ടായി. വക്കാന മാലിക് ബിൻ ഔഫ് ഖദ് ഹറബ ഇല ത്വായിഫ്, ഹവാസിൻ ഗോത്രത്തിൻ്റെ തലവനായിരുന്ന, യുദ്ധത്തിലൊക്കെ നേതൃത്വം വഹിച്ച തലവൻ മാലിക് ബിൻ ഔഫ്, അദ്ദേഹം ഖദ് ഹറബ ഇല ത്വായിഫ്, ത്വായിഫിലേക്ക് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. വലഹിഖ ബി സഖീഫ്, അങ്ങനെ സഖീഫിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിവഫ്ദി ഹവാസിൻ, ഈ ഹവാസിൻ നിവേദക സംഘത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഖ്ബിറു മാലിക്കൻ, നിങ്ങൾ മാലിക് ബിൻ ഔഫിനെ നിങ്ങൾ അറിയിക്കണം, അന്നഹു ഇൻ അതാനി മുസ്ലിമൻ, അദ്ദേഹം എൻ്റെ അടുക്കൽ മുസ്ലിമായിട്ട് വന്നാൽ, റദത്തു ഇലൈഹി അഹ്ലഹു വ മാലഹു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ സമ്പത്തുമൊക്കെ ഞാൻ അദ്ദേഹത്തിന് തിരികെ നൽകാം. വഅതൈതുഹു മിഅത്തൻ മിനൽ ഇബിൽ, 100 ഒട്ടകവും ഞാൻ അദ്ദേഹത്തിന് നൽകാം എന്ന കാര്യം നിങ്ങളുടെ നേതാവായ മാലിക് ബിൻ ഔഫിനെ നിങ്ങൾ അറിയിക്കണം. അങ്ങനെ ഫഖറജ മാലിക്കുൻ, ഈ അറിയിപ്പ് ലഭിച്ച് മാലിക് ബിൻ ഔഫ് പുറപ്പെട്ടു. ലൈലൻ വഖൗമുഹു ലാ യസ്ഖുറൂൻ, രാത്രി സമയത്ത് മാലിക് ബിൻ ഔഫ് പുറപ്പെട്ടു. വഖൗമുഹു ലാ യസ്ഖുറൂൻ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഈ കാര്യം അറിയുന്നില്ല. അങ്ങനെ ഫലഹിഖ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ജിറാന, അദ്ദേഹം ജിറാനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എത്തി. ഫറദ്ദ അലൈഹി അഹ്ലഹു വ മാലഹു, റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തിൻ്റെ സമ്പത്തും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഒക്കെ തിരിച്ചു നൽകി. വഅതാഹു മിഅത്തൻ മിനൽ ഇബിൽ, 100 ഒട്ടകവും നൽകി. വഅസ്ലമ, അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഫഹസുന ഇസ്ലാമുഹു, അദ്ദേഹത്തിൻ്റെ ഇസ്ലാം നല്ല ഇസ്ലാമായിരുന്നു, വളരെ മെച്ചപ്പെട്ട ഇസ്ലാമായിരുന്നു. ഫസ്തഅമലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഖൗമിഹി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഗവർണറായിട്ട് നിയോഗിച്ചു. അലാ ഖൗമിഹി ഹവാസിൻ, തൻ്റെ ഹവാസിൻ എന്ന ഖൗമിൻ്റെ മേൽ ഗവർണറായിട്ട് നിയമിക്കുകയും ചെയ്തു. ഫൻസറഫ മാലിക്കുൻ ഖായിലൻ, അങ്ങനെ മാലിക് ബിൻ ഔഫ് പിരിഞ്ഞുപോയി. ഖായിലൻ, അദ്ദേഹം പാടുന്ന നിലയിൽ പാടിയിട്ട്, എന്താണ് അദ്ദേഹം പാടിയത്? മാ ഇൻ റഅയ്തു വലാ സമീഅതു ബിമിസ്ലിഹി ഫിന്നാസി കുല്ലിഹിമി ബിമിസ്ലി മുഹമ്മദി ഔഫാ വഅതാ ലിൽ ജസീലി ഇദജ്തുദി വമതാ തശാ യുഖ്ബിറുക അമ്മാ ഫീ ഗദി. മാ ഇൻ റഅയ്തു വലാ സമീഅതു ബിമിസ്ലിഹി, അദ്ദേഹത്തിന് തുല്യമായിട്ടുള്ള ഒരാളെ ഞാൻ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. ഫിന്നാസി കുല്ലിഹിമി, ജനങ്ങളിൽ ഒരാളിലും
അദ്ദേഹത്തിന് തുല്യമായിട്ടുള്ള ഒരാളെ ഞാൻ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. ബിമിസ്ലി മുഹമ്മദി, മുഹമ്മദിന് തുല്യനായിട്ട്. ഔഫാബായത്താലിൽ ജസീരി ഇതജിത്തുതി, ആവശ്യപ്പെട്ടാൽ, നൽകണമെന്നാവശ്യപ്പെട്ടാൽ അദ്ദേഹം പൂർത്തിയാക്കി നൽകുകയും ധാരാളം നൽകുകയും ചെയ്യും. അദ്ദേഹം ഉദ്ദേശിക്കുകയാണെങ്കിൽ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയിച്ചു തരികയും ചെയ്യും എന്ന് പാട്ടുപാടിയിട്ടാണ് മാലിക് ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തിരിച്ചു പോയത്. അൽ ഉംറത്തു മിനൽ ജിറാന വൽ ഔദത്തു ഇലൽ മദീന. ജിറാനയിൽ നിന്ന് ഉംറയും മദീനയിലേക്കുള്ള മടക്കവും. ثم إن رسول الله صلى الله عليه وسلم أحرم من الجيرانة ودخل مكة بليل. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിറാനയിൽ നിന്ന് ഇഹ്റാം ചെയ്ത് രാത്രി സമയത്ത് മക്കയിൽ പ്രവേശിച്ചു. ഫതാഫ ബിൽ ബൈത്ത് വസഅ വതഹല്ലല. കഅബയിൽ വെച്ച് തവാഫ് നിർവഹിച്ച് സഈ ചെയ്ത് ഉംറയിൽ നിന്ന് വിരമിച്ചു. സുമ്മ റജഅ മിൻ ലൈലത്തിഹി. പിന്നീട് രാത്രി തന്നെ മടങ്ങി. വഹാദിഹിൽ ഉംറ തുഅറഫു ബി ഉംറത്തിൽ ജിറാന. ഈ ഉംറ ഉംറത്തുൽ ജിറാന എന്ന പേരിൽ അറിയപ്പെടുന്നു. വകാനത്ത് ഇഖാമത്തുഹു ബിൽ ജിറാന 13 ലൈല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിറാനയിൽ തങ്ങിയത് 13 രാത്രിയായിരുന്നു. സുമ്മർതഹല ബിജയ്ശിഹി ഇലൽ മദീന. പിന്നീട് അവിടുത്തെ സൈന്യത്തോടൊപ്പം മദീനയിലേക്ക് യാത്ര തിരിച്ചു. വസലഹ ലിസലാസിൻ ബഖീന മിൻ ദിൽഖഅദ. അങ്ങനെ ദിൽഖഅദയിൽ നിന്ന് അവശേഷിക്കുന്ന 3-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തിച്ചേരുകയും ചെയ്തു. വഖദ് ഗാബ അനിൽ മദീന ഷഹ്റൈനി വ16 യൗമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്നും 2 മാസവും 16 ദിവസവും പ്രത്യക്ഷമായിരുന്നു. സുമ്മ ബഅസ ബുഊസൻ ഇലൽ യമൻ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് ദൂതന്മാരെ നിയോഗിച്ചു. ഫബഅസൽ മുഹാജിരീന. മുഹാജിരീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് നിയോഗിച്ചു. അതായത് അബി ഉമയ്യ ഇലാ സ്വൻആ, വസിയാദ ബിൻ ലബീദ് ഇലാ ഹളറമൗത്ത്, വഖൈസ് ബിൻ സഅദ് ഇലാ ഖബീലത്തി സുദാ ബിൽ യമൻ. യമനിലുള്ള സ്വൻആയിലേക്ക് അബു ഉമയ്യനെയും ഹളറമൗത്തിലേക്ക് സിയാദ് ബിൻ ലബീദിനെയും യമനിലെ സുദാ എന്ന ഗോത്രത്തിലേക്ക് ഖൈസ് ബിൻ സഅദിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചു. ഫഅത സിയാദ് ബിൻ ഹാരിസ് അസുദായി. സുദാ ഗോത്രക്കാരനായ സിയാദ് ബിൻ ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. ഫഖാല, അങ്ങനെ അദ്ദേഹം പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ് അന ലക ബിഖൗമി. അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഞാൻ എൻ്റെ ജനതയോടൊപ്പം തങ്ങൾക്ക് അനുകൂലമാണ്, തങ്ങളോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഫർദുദിൽ ജയ്ഷ്, അങ്ങ് സൈന്യത്തെ തിരിച്ചു വിളിക്കണം. ഫറദ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീഅത്ത ഖൈസ് ബിൻ സഅദ് മിൻ ഖനാത്ത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖനാത്തിൽ നിന്ന് അവിടെ ക്യാമ്പ് ചെയ്ത ഖൈസ് ബിൻ സഅദിൻ്റെ നേതൃത്വത്തിലുള്ള ശരീഅത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
മടക്കി അയച്ചു. ഫബഅദ 15 യൗമൻ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഖദിമ സിയാദ് ബി 15 റജുലൻ സിയാദ് ബിൻ ഹാരിസ് സുദായി 15 പേരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. ഫബായഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഇസ്ലാം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈഅത്ത് ചെയ്തു. അലൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ മേൽ. ഫലമ്മ റജഉ ഇലാ ഖൗമിഹിം, അവർ അവരുടെ ജനതയിലേക്ക് മടങ്ങിയപ്പോൾ ഫശാ ഫീഹിമുൽ ഇസ്ലാം, അവരിൽ ഇസ്ലാം വ്യാപിച്ചു. സുമ്മ വാഫാഹു സിയാദുൻ ബിമിഅ മിൻ സുദാ ഫി ഹജ്ജത്തുൽ വദാ, ഹജ്ജത്തുൽ വദാഇൻ്റെ സമയത്ത് സുദാ ഗോത്രത്തിൽ നിന്ന് 100 പേരുമായിട്ട് സിയാദ് ബിനുൽ ഹാരിസ് സുദായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുകയുണ്ടായി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.